പിന്നെ ഞങ്ങൾ പുത്തമ്പള്ളി പെരുന്നാൾ കാണാൻ പോയതാട്ടോ. അയ്യോ സൗണ്ടൊക്കെ ക്ഷമിക്കണം, ജലദോഷമുള്ള കാരണം സൗണ്ട് അങ്ങനെ ഉറക്കെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും കാർ പാർക്കിങ് ഞങ്ങൾക്ക് ആ സൈഡിൽ കിട്ടാത്ത കാരണം ഞങ്ങൾ പള്ളി എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ എത്തി. കൊട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഈ സമയത്തൊന്നും കൊട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വായി നോക്കി നിന്നു. അതുകൊണ്ട് പിന്നെ ലൈറ്റും ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കണ്ടായിരുന്നു. കൊട്ടില്ലാതെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പള്ളി കയറാമെന്ന് വിചാരിച്ച്. 7:30 കുർബാന കേട്ടോ. സോറി, വായിസ് തീരെ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ താഴെയുള്ള ഭയങ്കര കുറുമ്പായിരുന്നു. അങ്ങോട്ട് ഓടി കളിക്കുക ഇങ്ങോട്ട് ഓടി കളിക്കുക. ലാസ്റ്റ് അവിടെ ഞാൻ എണീക്കേണ്ടി വന്നേക്കാം ആരും അതിനെ കാണാണ്ടായാൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇരുന്നുള്ളൂ. അപ്പോഴേക്കും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ മഞ്ഞല്ലേ, ഇനി പനി വരണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ പള്ളിയുടെ ഉള്ളിൽ കിടന്ന് നടക്കണ എന്താട്ടം കണ്ടുകൊണ്ടിരിക്കണം. മുട്ട് കുത്തി പോയായിരുന്നു. പിന്നെ പള്ളിയുടെ സൈഡിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്ത് ഫുൾ കടകളായിട്ട് പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഹയ്യടാ ഹിമ്മി, കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ ഒരു തള്ളയോട്ട് ഞാൻ വല്ലാണ്ട് നോക്കാൻ പോയില്ല. കാരണം ഇവന്മാരെല്ലാത്തിലും കയറി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ പിരൂണക്കാരനും ഇവരെന്ത് കിട്ടിയാലും കുത്തിപ്പൊട്ടിക്കും. ഇത് സംഭവം വീട്ടിലെത്തിയിട്ട് ഒരു 5 മിനിറ്റ് വരെ വെച്ചില്ല. ഇത് കുത്തിപ്പൊട്ടിച്ച് സംഭവം കയ്യിൽ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ 3 വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അവിടേക്ക് പോയപ്പോഴാണ് പെട്ടുപോയത്. അവിടുന്ന് പ്രതീക്ഷ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ നേരം കാറിൻ്റെ അവിടെ ഞങ്ങൾ അങ്ങനെ സ്റ്റക്കായിട്ട് കുറേ നേരം നിന്നുകൊണ്ട് ഞങ്ങൾ. ഇവരാണെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ട് പോന്നേ, ഇവരെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ഫുൾ ടൈം മേത്തായിരിക്കും. 2 അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെ മേത്തായിട്ട് കയറി. പക്ഷേ ചെണ്ടമേളം കാണാത്തതിൻ്റെ സങ്കടം അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ചെണ്ടമേളം കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷെ ചെണ്ടമേളം ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാറിൻ്റെ അവിടേക്ക് പോയി. ഇടയിൽ പ്രതീക്ഷ കണ്ടു. കുറേ നേരം പ്രതീക്ഷ കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് കാർ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ കാറിൻ്റെ അവിടെ കുറേ നേരം അങ്ങനെ പ്രതീക്ഷ കഴിയണ പേര് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നുണ്ടാകും. അങ്ങനെ പ്രതീക്ഷയൊക്കെ കഴിഞ്ഞ് അവസാനം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് കാർ എടുക്കാൻ പറ്റിയത്. കാറെടുത്ത് റോഡിൻ്റെ പകുതി എത്തിയപ്പോഴാ ദേ വരുന്നു ബാൻഡ് സെറ്റും ചെണ്ടമേളമൊക്കെ ആയിട്ട്. ഇനി അതിപ്പോൾ എങ്ങനെ കാണും? വണ്ടി പാർക്കിങ് കിട്ടണ നിറച്ച് പോലീസും. ലാസ്റ്റ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കാറ് സൈഡിലിട്ടിട്ട് ഒരു അപ്പാപ്പനും അമ്മാമ്മ പോലത്തെ പ്രതിമയൊക്കെ പിടിച്ചിട്ടുള്ള ബാൻഡ് സെറ്റ് സംഭവിക്കുകയായിരുന്നു. ഇവന്മാരത് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാനാണ് ഈ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓടിയത്. ഓടി എത്തുമ്പോഴേക്കും ബാൻഡ് സെറ്റ് എത്തേണ്ടടുത്തെത്തി. പിന്നെ ബാൻഡ് സെറ്റിൻ്റെ വോയിസ് ഒന്നും ഇതിൽ കറക്റ്റ് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടിയല്ലോ. അപ്പോൾ അത് കണ്ട് പിന്നെ അറ്റത്തത് കുറച്ച് ടീം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ ടീം വന്നിട്ടായിരുന്നില്ല. ഒരു സാധാരണ ശിക്കാരി മേളൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അത് പക്ഷേ ബാൻഡ് സെറ്റിൻ്റെ സൗണ്ട് എവിടെയെങ്കിലും കേട്ടാൽ മതി ഇവർക്ക്. ഇവർ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ഭയങ്കര ഇതായിട്ട് ആഘോഷിക്കും. അതിൽ ചുമ വന്ന് പോയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മാമാട്ട. പക്ഷേ ഈ അമ്മാമ്മേനെ ഇവിടെ വരെ കാണാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. ക്യാമറ പെട്ടെന്ന് ഓൺ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെ മുകളിൽ പടക്കമൊക്കെ കയറി പൊട്ടിക്കൊണ്ടിരിക്കട്ടാണ്. ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വെച്ചാൽ സത്യം പറയാം, കുഴിച്ചുകൊണ്ടുകളെ കൊണ്ട് ഫുഡ് കഴിക്കാൻ കയറണമായിട്ട് ഭേദം കഴിക്കാതിരിക്കട്ടെ. ഇവർ പരിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കില്ല, നമ്മളായിട്ട് കഴിപ്പിക്കില്ല. ലാസ്റ്റാണ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാനൊരു ചിക്കൻ നൂഡിൽസും അവരൊരു ഫ്രൈഡ് റൈസും. ലാസ്റ്റ് എൻ്റെ ചിക്കൻ നൂഡിൽസ് എല്ലാവരും മതി തിന്ന്. അങ്ങനെയാണ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ 2 എണ്ണത്തിന് നല്ല ചുമയും. അപ്പോൾ ഇന്നത്തെ ദിവസം കുശാലായി. അപ്പോൾ ടാറ്റാ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.